പല ഗുരുക്കന്മാരും പല തരത്തിലുള്ള ആംഗിളിൽ തന്നെയാണ് പറയാറുള്ളത്. പല ഗുരുക്കന്മാരും പറയും, ഇന്നിൽ ജീവിക്കൂ, നാളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ. അതിന് തീർച്ചയായിട്ടും ഒരർത്ഥം ഉണ്ടാകും. കാരണം വരുന്നുണ്ട്, നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി യാതൊരു നിശ്ചയവുമില്ല. തീർച്ചയായിട്ടും ഇൻഫിനിറ്റാണ് ലോകം. നാളെ നമുക്ക് ഭൂകമ്പം ഉണ്ടാവാം, ദുരന്തങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ നാളെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് പകരം ഇന്നുള്ള സൗകര്യങ്ങളെ ജീവിച്ച് ആസ്വദിച്ച് പോവുക എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും. വേറൊരു ഭാഗമുണ്ട്, എങ്ങനെയാണ്? ഇന്നത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നാളെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയും. നാളെ കരുതി വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയും ജീവിച്ചു, ഇന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് ഇന്ന് വരെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു. പക്ഷേ നാളെ നമുക്ക് ജീവിക്കണം. നാളെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഏതെല്ലാം കരുതലുകൾ വേണം, എന്തെല്ലാം പദ്ധതികൾ നമുക്ക് വേണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ ജീവിക്കണം, അടുത്ത തലമുറ ജീവിക്കണം, അതിൻ്റെ അടുത്ത തലമുറ ജീവിക്കണം. ഇവർക്കെല്ലാം തീർച്ചയായിട്ടും ഒരു വാല്യൂ ഉണ്ടാവണം. അവർക്ക് അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കി വെച്ച് നമുക്ക് കൊടുത്ത് അതിന് മുകളിലേക്ക് അവർക്ക് വളരാൻ കഴിയണം. അപ്പോൾ രണ്ടാമതേ പറയുന്നത് എന്താ? ഇന്നിലല്ല നാളേക്ക് ജീവിക്കൂ. ഇപ്പോൾ നാളെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി നമ്മുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ചിലർ പറയും, വന്ന വഴി മറക്കരുത്, നിങ്ങളാദ്യം ഇന്നലെ പറ്റി വിചാരിക്കൂ. ഒരു വലിയ വിഭാഗം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ ഇത്ര ജാടയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു, എത്ര ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ വന്ന വഴി മറന്നു കളിക്കരുത്. ആ വന്ന വഴി ഓർത്തില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ വീഴും എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം വളരെ കഷ്ടപ്പാടിൽ നിന്നും വളരെ മോശം സാഹചര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇവിടെ എത്തി, എന്നിട്ട് ഇപ്പോൾ അതിന് അഹങ്കാരം കാണിക്കുകയാണ്. അതിനുവേണ്ടി കണ്ടമാനം എന്താ പറയുക, ഇന്നലെ ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് ഇന്ന് നേടാവുന്നതെല്ലാം വളരെ പോഷായിട്ട് വളരെ നേടി വാങ്ങുന്നു. ആദ്യം നീ പഴയതിലേക്ക് ആലോചിക്കൂ, നാളെ അതിലേക്ക് പോകും. ഇങ്ങനെ 3 തരത്തിലും പല വിധത്തിൽ ഇത്തരം വിഷയങ്ങളെ പലരും നമ്മളെ ഉപദേശിച്ചു എന്ന് വരാം.